എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മൂകാംബിക ജ്യോതിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജഗദംബികയായ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ചൈതന്യം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് 2026 ജൂലൈ 18 കർക്കിടകം 2 ശനിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ ദിവസഫലം എങ്ങനെയെന്ന് നോക്കുന്നതിന് മുമ്പായി ഇന്നത്തെ നല്ല സമയം, രാഹുകാലം, ഗുളികകാലം എന്നിവ നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നത്തെ നല്ല സമയം രാവിലെ 7:30 മുതൽ രാവിലെ 9 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെയും ആണ്. ഇന്നത്തെ രാഹുകാലം രാവിലെ 9 മണി മുതൽ 10:30 വരെ. ഇന്നത്തെ ഗുളികകാലം രാവിലെ 6 മണി മുതൽ 7:30 മണി വരെ. ഇനി നമുക്ക് ഇന്നത്തെ രാശിഫലം പരിശോധിക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽ ഭാഗം അടങ്ങുന്ന മേടക്കൂറുകാർക്ക് ഇന്ന് പൊതുവെ അനുകൂലമായ ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. സാമ്പത്തികമായി നിലനിന്നിരുന്ന ചില തടസ്സങ്ങൾ മാറിക്കിട്ടും. യാത്രകളിൽ സൂക്ഷ്മത പാലിക്കുക. ഇടവക്കൂറ് കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം അര. ഇടവക്കൂറുകാർക്ക് ഇന്ന് കർമ്മരംഗത്ത് ചില ചെറിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. മിഥുനക്കൂറ് മകയിരം അര, തിരുവാതിര, ഉണർദം മുക്കാൽ. മിഥുനക്കൂറുകാർക്ക് ഇന്ന് ഏറെ സന്തോഷം നൽകുന്ന ദിവസമാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. കർക്കടകക്കൂറ് പുണർദം കാൽ, പൂയം, ആയില്യം. കർക്കടകക്കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് കാണുന്നത്. ജോലിഭാരം മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. കോപവും വാശിയും നിയന്ത്രിക്കുന്നത് വഴി കുടുംബത്തിൽ സന്തോഷം നിലനിർത്താം. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രം, കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്ക് ഇന്ന് കാര്യവിജയത്തിൻ്റെ ദിവസമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത ഉണ്ട്. പുതിയ നിക്ഷേപങ്ങൾക്ക് അനുകൂല സമയമാണ്. കന്നിക്കൂറ് ഉത്രം മുക്കാൽ, അത്തം, ചിത്രയുടെ അര. കന്നിക്കൂറുകാർക്ക് ഇന്ന് അനാവശ്യമായ ചിലവുകൾ വരാൻ സാധ്യത ഉള്ളതിനാൽ പണമിടപാടുകൾ ജാഗ്രത പുലർത്തുക. ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിന്നവർക്ക് ആശ്വാസം ലഭിക്കും. പങ്കാളിയുമായി നല്ല ആശയവിനിമയം നടത്തുക. തുലാക്കൂറ് ചിത്രയുടെ അവസാന അരഭാഗം, ചോതി, വിശാഖം, ആദ്യമുക്കാൽ. തുലാക്കൂറുകാർക്ക് ഇന്ന് പുതിയ മാറ്റങ്ങളുടെ ദിവസമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും. ദീർഘനാളായി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഇന്ന് സാധ്യമാകും. വൃശ്ചികക്കൂറ് വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ഇന്ന് അനുകൂലമായ സമയമാണ്. സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഇന്ന് അനുയോജ്യമായ ദിവസമായി കാണുന്നു. സഹപ്രവർത്തകരിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷം വർദ്ധിക്കുന്ന ദിവസമായിരിക്കുന്നു. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം, കാൽ. ധനുക്കൂറുകാർക്ക് ഇന്ന് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ സാധിക്കുന്നതും ആയിരിക്കും. മകരക്കൂറ് ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം അര. മകരക്കൂറുകാർക്ക് ഇന്ന് ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും.
ശത്രുക്കളുടെ ശല്യം കുറയും. വാഹനം ഉപയോഗിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കുംഭക്കൂറ് അവിട്ടം അര, ചതയം പൂരോരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറുകാർക്ക് ഇന്ന് പ്രശസ്തിയും അംഗീകാരവും തേടിയെത്തും. പുതിയ കൂട്ടുകെട്ടുകൾ വഴി ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇന്നത്തെ ദിവസം സാധിക്കും. മീനക്കൂറ് പൂരോട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാർക്ക് ഇന്ന് മനസമാധാനം ലഭിക്കുന്ന ദിവസമാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടുന്ന ദിവസമായിരിക്കും. വഴിപാട് നേർച്ചകൾ നടത്താൻ അനുകൂലമായ സമയമാണ്. കുടുംബാംഗങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ശനിയാഴ്ച ദിവസമായ ഇന്ന് ശനി ദോഷ നിവാരണത്തിനായി ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം സമർപ്പിക്കുന്നതും എല്ലാ രാശിക്കാർക്കും നല്ലതായിരിക്കും. നിങ്ങളുടെ ഈ ദിവസത്തെ കൂടുതൽ ഐശ്വര്യപ്രദമാക്കാൻ മൂകാംബികാ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. ദിവസഫലങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിനായി മൂകാംബിക ജ്യോതിഷം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.